ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സാധനമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഡൈനോസറിനാണ് നമുക്കിതിന് കിട്ടുക. ഇതിൻ്റെ പേര് ഫോസിൽ ആർക്കിയോളജിക്കൽ ജുറാസിക് എന്നാണ്. ഇതൊരു ഡൈനോസർ ഫോസിലിട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ചീസിലും ടൂളും വെച്ചിട്ട് ഇതാദ്യം പൊട്ടിക്കണം. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അതിലത്തെ മണ്ണിൽ ഇതാക്കിയിട്ട് ഓരോ ഫോസിൽസ് എടുത്തിട്ട് നമ്മളതിനെ ഒരുമിപ്പിച്ചിട്ട് ഡൈനോസറിൻ്റെ ഫോസിൽ മാതിരി ഇങ്ങനെ കിട്ടുമോ നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അത് നമുക്കിത് പൊളിച്ച് വെക്കാം. ഗൈസ്, ഇവിടെ നല്ല മഴയാണ് ഗൈസ്. നമുക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഗൈസ്, ഇതിൽ ടൂളൊന്നും കാണുന്നില്ല, ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. നമ്മൾ പറ്റോ നമുക്ക് നോക്കാം. പറ്റിച്ചോ? ഇല്ല. അപ്പം ഇതിൽ നമുക്കിതാ ഇതേപോലെ ബാക്കിൽ പ്ലെയിൻ ആണ്, പക്ഷെ ഇവിടെ നമുക്ക് ഷേപ്സ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ല് കാണാം. നമുക്ക് ഇവിടെയും കാണാം കേട്ടോ എല്ല്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തുറക്ക് നമുക്ക് കിട്ടിയ ടൂൾസാണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ചീസിലുണ്ട്. ഇതാണ് ചീസിൽ. കണ്ടോ ചീസിൽ. പിന്നെ ഒരു ബ്രഷ് ഉണ്ട്. ഇതാ നമുക്ക് ആ ചീസിൽ ഇതിന് തട്ടാനാന്ന് തോന്നുന്നു ബ്രഷ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹാമറിൻ്റെ ഇവിടെ തന്നെ അടിയിൽ എന്തത് മനസ്സിലാവുന്നില്ല. ഒരു കോർപ്പുണ്ട്, എനിക്കറിയില്ല എന്താന്നുള്ളത്. അറിയില്ല. നമുക്ക് എന്തായാലും ഇൻസ്ട്രക്ഷനും തന്നിട്ടുണ്ട്. നമുക്ക് ഇൻസ്ട്രക്ഷൻ ഇതിലെ എല്ലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പം ഇതിൻ്റെ പീസ് എങ്ങനെ ഒട്ടിക്കാം എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തും അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 ഭാഗം അങ്ങനെ തന്നെയാണ്. 3 ഉണ്ട് ബോക്സ്. അപ്പം നമുക്ക് 1, 2, 3, 4 ടൈപ്പ് 5 ടൈപ്പ് ഓഫ് ഡൈനോസേഴ്സ് ആണെന്ന് തോന്നുന്നു. അതെ, 5 ടൈപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് തൊട്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ 5 ടൈപ്സ് ഉണ്ട് എന്നുള്ളത്. ചിത്രത്തിൽ 5 ടൈപ്പ് ഡിനോസേഴ്സിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊരു ഡിനോസറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്? അപ്പം നമ്മൾ ഈ ഫേസ് കണ്ടിട്ട് തോന്നുന്ന ടീറക്സിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഇനി ഇത് വാങ്ങേണ്ടവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതേപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്സ് തീരെ ഇല്ല. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടെന്ന് അറിയാം, ഇതുവരെ ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. അധികം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുന്നത്, സബ്സ്ക്രൈബും ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കവറൊക്കെ മുറിച്ച് പീസാക്കി. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ വേണിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചീസിലും ഇതും വെച്ചിട്ട് നല്ല കുത്തി നോക്കാം. കുത്തുമ്പന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട് ലൂസാണോ അല്ലല്ലോ. നല്ല അതാ സൈഡൊക്കെ പൊട്ടിട്ടുണ്ട്. അവിടെ അടിച്ചപ്പോൾ തന്നെ സൈഡ് പൊട്ടി. ഇതൊന്ന് സൈഡായിട്ടാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു വര കാണാം അല്ലേ നിങ്ങൾക്ക്? ഇവിടെ കട്ടിങ്ങിൻ്റെ ഇവിടെ ഒരു വര കാണാം. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതിൻ്റെ എല്ലിലൊന്നും പറ്റാണ്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒക്കെ പോയി കിട്ടും. അപ്പോൾ ഇവനെ അടിക്കുന്ന സൗണ്ട് കേൾക്കാം. ശരിക്കും ഇതൊരു സിമെൻറ്റിൻ്റെ കട്ടയിൽ സാധനം വരച്ചിട്ട് പോലെ ഉണ്ട്. ഇത് കണ്ടോ കാണുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ട്. നമുക്ക് പൊട്ടുന്നുണ്ട്. അത് ചെറുതായിട്ട് ഇവിടേക്ക് അതാ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടിയും വരുന്നുണ്ട്. പൊടി തട്ടി കൊടുക്കാം. കുത്തി അതിൻ്റെ അത് പരിപ്പ് പോയി. ഇവിടെ ഒരു എല്ല് കാണാം. അതൊന്നും കണ്ടു. അതാ കാണാമല്ലോ, ഇവിടെ ഒരു എല്ല് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു എല്ലുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ കയ്യിൽ ഇതാ കളർ ഇളങ്ങുന്നുണ്ട്, സിമെൻറ്റ് ആവുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പൊടിക്ക് തട്ടി പൊട്ടിയിരിക്കുന്നു.
ഇതവിടെ ഇങ്ങനെ സൈഡിൽ ഇതവിടെ ഇങ്ങനെ സൈഡിൽ ചെറുതായിട്ടൊരു പൊട്ടുണ്ട് നമുക്ക്. നമ്മൾ ഇപ്പം നമ്മളിത് ഇതിനാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ഭാഗം ഇങ്ങനെ ചുരണ്ടി എടുക്കാനാണ് എടുക്കാനാണ് ഈ ഭാഗം തോന്നുന്നത്. പിന്നെ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. ഞങ്ങളിവിടെ വെള്ളം എടുത്തത് എനിക്ക് ഇഷ്ടമുള്ള വെള്ളം എടുക്കാം. വെള്ളം മേശപ്പൊക്കെ പോകണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ ഒഴിച്ചു കൊടുത്താണ്. പിന്നെ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ എന്നെ അതിൻ്റെ എന്തൊക്കെയോ സോഫ്റ്റും കവുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു എല്ലിൻ്റെ കഷ്ണം കാണാം അല്ലേ? ഇവിടെ ഒരു എല്ലിൻ്റെ കഷ്ണം കാണാം. അപ്പോൾ നമുക്ക് നമ്മളിത് ചെറുതായി തട്ടി കൊടുക്കുക. മണ്ണൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എല്ല് കിട്ടണ കാണാം. നമുക്ക് എല്ല് കിട്ടും. എനിക്ക് വ്യക്തമാവണില്ലല്ലോ, തോന്നില്ല. ഒരു മിനിറ്റ്, ഇത് പൊട്ടിയല്ലേ. അതിലിവിടെ നമുക്ക് മണ്ണൊക്കെ തട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് എല്ലിങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ബ്രഷൊക്കെ കുഴപ്പമില്ല, നല്ല നീറ്റായിട്ടുണ്ട്. ഈ സിമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് കഴുകിയെടുക്കാം. അവിടെ നിന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ നമുക്ക് ഇത് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇതാണ്ടോ, ഇതാണ് ഇതിൻ്റെ പീസ്. നമുക്ക് വേഗം കൈ കൊണ്ട് പൊട്ടിക്കാം. ഇത്രേ ഉള്ളൂ പീസ്. പക്ഷെ നമുക്ക് തന്നോണ്ട് നമുക്ക് ടൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇതൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ താഴേക്ക് പോണ കാണാം. അപ്പം ഇതിൽ ലൂസായിക്കണം, പക്ഷെ നമുക്ക് കിട്ടുമോന്നൊരു ഡൗട്ട്. അതെ അതെ. അപ്പം നമുക്ക് ആ എല്ലിനെടുക്കാൻ പറ്റിയാൽ നമുക്കൊക്കെ പോയി. അപ്പോൾ ഇതെടുക്കാൻ കുറച്ച് ടൈറ്റ് ആയതിനാൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുക്കാം. കാണാനും നിങ്ങൾക്ക് സൂക്ഷിക്കണം. ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. അതാണ് എടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചുരണ്ടി കൊടുക്കാം. ഇപ്പോൾ ഓക്കെ ആയി. അതിപ്പോൾ ക്യാമറ കുറച്ച് ഓക്കെ. അപ്പോൾ ഇതൊന്ന് എല്ല് ഇവിടെ ഒരു എല്ല് കാണുന്നുണ്ടാവില്ല. ഇത് സെപ്പറേറ്റ് ആയി പോകുന്നില്ല. അത് നമുക്ക് പീസ് ആയതുകൊണ്ടാണ് അത്. എബവ് 6 ഇയേഴ്സിനുള്ളതാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് എബവ് 6 ഇയേഴ്സ് ആണ്. കുട്ടികൾ വീട്ടിലുള്ളവർ സൂക്ഷിക്കുക. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അലർജി ഉള്ള ടീംസ് ആണെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് തീരെ പറ്റില്ല. അല്ല, മാസ്ക് ഇടാം. പൊടി പറ്റില്ലാത്തവർക്ക് മാസ്ക് ഒക്കെ ഇടാം ചെയ്യാൻ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ AC ഒക്കെ ഉണ്ടെങ്കിൽ AC ഒക്കെ ഓഫ് ചെയ്തിട്ട് ചെയ്യണം. അപ്പം നമ്മളെ സാധനം നമുക്ക് കാണാം. പീസാക്കാണ്. പീസ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി മാറ്റി. ഒരു എബവ് ഒരു 5 വയസ്സ് 5 വയസ്സ് കഴിഞ്ഞിട്ട് മാത്രം ചെയ്യണമായിരിക്കും നന്നാവുക. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 6 ഇയേഴ്സ് എന്ന്. പക്ഷെ നമ്മൾ പറയുന്നത് ആൾക്കാരാണെങ്കിലും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതാ നമുക്ക് അതിൻ്റെ ഒരു വലിയ പീസ് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ വലിയ പീസ് ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് ഇവിടെ ജോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്. ഇതിനാണ് സത്യത്തിൽ ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് വാങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നത് നല്ലതാണ്. പിന്നെ ഇത് തൊട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് എല്ലിൻ്റെ കഷ്ണം പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ സിമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുട്ടികൾക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതെവിടെയാണ് കിട്ടുക എന്നറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. മെയിനായിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ വീഡിയോസ് ഇങ്ങനത്തതുണ്ട്. നിങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കുറേ പേര് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ലൈക്കും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തന്നെയാണിതും. നമുക്ക് ആളുടെ മുഖം കാണണമെങ്കിൽ അങ്ങനെ കാണിച്ചു തരാം. പക്ഷേ കുറേ വീഡിയോസിലൊക്കെ ഞങ്ങൾ മുഖമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഏത് പ്രായക്കാരാണെങ്കിലും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് അടിക്കുന്ന ഫോഴ്സിൽ കയ്യിലൊന്നും അടിച്ച് പണിയാക്കരുത്. കയ്യിലടിച്ചാലും അത്ര കുഴപ്പമൊന്നുമില്ല. ഫോഴ്സ് അതാണ്
ഇതാ അവിടെ ഇങ്ങനെ കഷ്ണമൊക്കെ കാണില്ലേ, കഷ്ണം കാണാം. അവിടേക്ക് കാണില്ല, സൂക്ഷിച്ച് വേണം. ചുരണ്ടി എടുക്കുന്നുണ്ട്. കുറേ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കട്ടെ. എൻ്റെ കൈയൊക്കെ കളറ് മാറുന്നുണ്ട്. എൻ്റെ കൈ കാട്ടു, കളറൊക്കെ വന്നിട്ടുണ്ട്. പൊടി അലർജി ഉള്ളവർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഗ്ലൗസ് ഇട്ടിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. പൊടി അലർജി ഉള്ളവർ AC ഓഫ് ചെയ്യും, ഫാൻ ഓഫ് ചെയ്തിട്ട് ചെയ്യുക. അതേപോലെ നമ്മൾ കൈ അലർജി കയ്യിലൊക്കെ തൊടുമ്പോൾ തുമ്മൽ വരും, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് നോക്കാം. അവിടെ എല്ലുണ്ടെന്ന് തോന്നുന്നു, സൗണ്ട് കേൾക്കുന്നു. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്നിട്ട് നമുക്ക് അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സോഫ്റ്റായി തോന്നുന്നു. നമുക്ക് ഈ മണ്ണൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മണ്ണ് എടുക്കുന്നത് കാണാം. കാണുന്നല്ലോ, ഒന്ന് ഫ്രഷ് ആക്കണം. ഇപ്പം ക്ലിയർ ആവുന്നുണ്ട്. നമുക്ക് എണീച്ച് നിർത്തിച്ചാളാം. എന്നാൽ പിന്നെ പൊടിയൊക്കെ കൊണ്ട് കിട്ടിയാൽ നമുക്ക് ഇതൊന്ന് പിടിക്കൂ. ഒരു എല്ല് ഇവിടെ കാണാം. അതുപോലെ തന്നെ അതേപോലെ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. തുണി വെക്കുന്നതാണ് ബെറ്റർ. ഞങ്ങൾ തുണി വെക്കാത്തതുകൊണ്ട് ആകെ അലങ്കോലായിരിക്കുന്നു. അതുകൊണ്ടാട്ടോ പറയണേ. കുറച്ചാലിത് പോകും, പക്ഷെ തുണി വെക്കണതായിരിക്കും നല്ലത്. അതാണ്. അവിടെ നമ്മളെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ കല്ലുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. ഇത് കഴുത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ ഇത് ഒരു എല്ലിൻ്റെ ഭാഗം, തല ആ ഭാഗമാണ്. അപ്പോൾ തല നമുക്ക് പിടിച്ചു. തല പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാവരും. നമുക്ക് തല എനിക്ക് തോന്നുന്നത് ചെയ്യാനായിട്ട് നല്ലത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്യാനായിരിക്കും. നമുക്ക് തലേൻ്റെ ആ ഭാഗം ഒന്ന് സോഫ്റ്റാക്കി ആ മണ്ണൊക്കെ എടുക്കാം. ടൈം പാസ് നല്ലപോലെ ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ അതേപോലെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. കുറേ പേരൊക്കെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഗെയിംസൊക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പല ബോർഡ് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേരെയാണ് ഞാൻ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഒരു എല്ലുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ല് കിട്ടിയിരിക്കുന്നു. നേരത്തെ മണ്ണ് മെല്ലെ തട്ടി മാറ്റാം. ഇങ്ങനത്തെ ഇതിപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കാരണം അതൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓവർ കട്ടിയുള്ള ഭാഗങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ പൊട്ടിയാൽ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ കിട്ടില്ല. അപ്പം നമ്മൾ അതേ സമയം ഈ സാധനം നമുക്ക് രണ്ട് സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഇത് ഉണ്ടാക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ എന്താ പറയുക, ആർക്കിയോളജിക്കൽ സാധനങ്ങളൊക്കെ കുഴിച്ചെടുക്കുകയും പൊട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ഒരു ചെറിയ ഫീലും കിട്ടും. ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതപ്പം ഒരു കൈ എന്തോ ഉണ്ട്. ഇവിടെ നമുക്ക് വെള്ളം ഒഴിക്കണതാണ് വേണ്ടത്. നമുക്ക് ഈ ജോയിൻ്റ് ചെയ്യാനാണ് തോന്നുന്നു. ഇവിടെ ഒരു ഹോള് കാണാം. ഉണ്ടോ? ഇവിടെ ഒരു ഇതുണ്ടെന്ന് ബാക്ക് സൈഡ് കാണിച്ചേ. നമുക്കിവിടെ കൈയിൻ്റെ എല്ലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കഷ്ണം കിട്ടും. നമുക്ക് ബാക്ക് ചെയ്താൽ ഈ കഷ്ണം കിട്ടും. പക്ഷെ അല്ലേ, ആ കഷ്ണം കിട്ടും. അതെ, നമുക്കൊരു കൈ കാണാം. പക്ഷെ
കയ്യത് ഊരിപ്പോയിരുന്നു. ജോയിന്റ് ആണ്. അപ്പം ഇവിടെ നമുക്ക് കുറെ ജോയിന്റ് ഉള്ളതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തോ മനസ്സിലാവുന്നില്ല നമുക്ക് കണ്ടിട്ട്. നമുക്ക് വേണം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാതിരിക്കും ബെറ്റർ. ഇവിടെ വെള്ളം ഒഴിച്ചെടുക്കാം. എവിടെയാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത്? ഇവിടെ ഒഴിക്കാം. ഒഴിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി പോയി അല്ല